ഓം ശാന്തി. ഇന്ന് വളരെ പുതിയതായിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. ഈ സബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ ഇത് മറ്റൊന്നിനു വേണ്ടി ഉപയോഗിക്കാനല്ല, എൻ്റെ സ്റ്റാൻഡേർഡ് അഥവാ എൻ്റെ ബുദ്ധിയെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് തന്നെ വിലയിരുത്താൻ വേണ്ടതായിരിക്കുന്ന ഒരു ഇൻ്റലിജൻസ് അഥവാ ഒരു പാരാമീറ്ററാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ അളക്കണം. ഞാൻ ഏത് തലത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഏത് രീതിയിലാണ് എൻ്റെ ലൈഫിൽ ഞാൻ മുന്നോട്ട് സെറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ സ്വയം എന്നെ തന്നെ നോക്കാനുള്ളതായിരിക്കുന്ന ഒരു പാരാമീറ്ററാണിത്. ഇതിൻ്റെ പേരാണ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. 4 കാര്യങ്ങളുടെ ആധാരത്തിലാണ് നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് മനസ്സിലാക്കാൻ സാധിക്കുക. എന്താണ് ഈ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് തന്നെ? ഒരാൾ 5 ഡിഗ്രി നേടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അക്കാദമിക് ലെവലിൽ 5 ഡിഗ്രി നേടിയിട്ടുണ്ട്. ഒരു മാസം 1,00,000 രൂപ അയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാളുടെ ഡിഗ്രികളുടെ ആധാരത്തിലുള്ളതായിട്ടുള്ള പൊസിഷൻ്റെ അയാളുടെ ഡ്യൂട്ടിയുടെ ആധാരത്തിൽ അത്രയും നേടുന്നുണ്ട്. അതേസമയം വേറൊരാളുടെ കയ്യിൽ 1 ഡിഗ്രികളും ഇല്ല, പക്ഷേ ഒരു മാസം അയാൾ 5 ലക്ഷം 10 ലക്ഷം അല്ലെങ്കിൽ 1 കോടി രൂപ വരെ സമ്പാദിക്കുന്നവരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ 2 വ്യക്തികളെയും പഠിക്കുകയാണെങ്കിൽ ആദ്യത്തെ വ്യക്തി അക്കാഡമിക്കലി ഇൻ്റലിജൻ്റ് ആണ്, അയാൾക്ക് പഠിക്കാനുള്ളതായിരിക്കുന്ന ബുദ്ധിശക്തിയുണ്ട്. അതേസമയം രണ്ടാമത്തെ വ്യക്തി ഫിനാൻഷ്യലി ഇൻ്റലിജൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഫിനാൻഷ്യലി ഇൻ്റലിജൻ്റ് ആവുന്ന സമയത്താണ് കുറേയും കൂടെ ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികമായിരിക്കുന്ന ഭദ്രത ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളതായിരിക്കുന്ന സാധ്യതകൾ കൊണ്ട് വളരെ ഈസി ആയിക്കൊണ്ട് പൈസ സമ്പാദിക്കാൻ അഥവാ മണി ഏൺ ചെയ്യാനുള്ളതായിരിക്കുന്ന നിങ്ങളുടെ സ്പെഷ്യലായിരിക്കുന്ന കാലിബറിൻ്റെ പേരാണ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇത് 4 പാരാമീറ്റേഴ്സിൻ്റെ ആധാരത്തിലാണ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയാം നമുക്ക്, മണി മേക്കിംഗ് എന്ന്. ഒരാൾക്ക് ഈ സമൂഹത്തിൽ നോക്കിയാൽ അഥവാ നമ്മുടെ സൊസൈറ്റിയിൽ നോക്കിയാൽ എല്ലാ മനുഷ്യന്മാർക്കും ഏതെങ്കിലും ഒരു രീതിയിൽ സ്വന്തമായിരിക്കുന്ന ഒരു കാലിബറും അതുപയോഗിച്ച് ധനം ഉണ്ടാക്കാനുള്ളതായിരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയും ഉണ്ടായിരിക്കും. പക്ഷേ ചിലർ അതിലെ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തൊക്കെ സ്പെഷ്യലായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ഏൺ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ലെവലിലേക്ക് പോകുന്നതും കാണാം. അപ്പം നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ ഒരാൾ എത്ര നന്നായിട്ട് തനിക്കുള്ളതായിട്ടുള്ള അവസരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തൻ്റെ വരുമാനത്തിലേക്ക് മാറ്റുന്നുണ്ടോ, കിട്ടാൻ സാധ്യതയുള്ള മാക്സിമം ചാൻസസിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കൊണ്ട് ആ രീതിയിൽ ഉള്ള കയ്യിലുള്ള പൈസയുടെ ആധാരത്തിൽ എന്ന് വെച്ചാൽ അർത്ഥം ഞാൻ കടം വാങ്ങി കൂട്ടുന്ന ആധാരത്തിലല്ല, എൻ്റെ കയ്യിലുള്ളതിൻ്റെ ആധാരത്തിൽ ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഏത് ലെവൽ വരെ എനിക്ക് പോകാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം ഹൈറ്റ്സിലേക്ക് പോകാൻ ഒരു മനുഷ്യൻ തൻ്റെ കഴിവിനെ യൂസ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് പറയാം മണി മേക്കിംഗ് എന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള പ്ലാനുകളുണ്ട്, കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മളിന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്കുള്ളതായിരിക്കുന്ന കാലിബർ എത്രയുണ്ടോ, ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ എത്ര ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ ആധാരത്തിലാണ്. കാരണം നമുക്ക് മണി മേക്കിംഗ് അഥവാ പൈസ നമ്മുടെ വരുമാന മാർഗം ഉണ്ടാക്കണമെങ്കിൽ ആദ്യ ആവശ്യം നമ്മുടെ ഈഗോനെ പൊട്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. സ്വന്തം ഈഗോ എത്ര ഹേർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നുണ്ടോ, എത്ര മാക്സിമം ഞാൻ എന്നെ തന്നെ ഉപയോഗിക്കാൻ തയ്യാറാവുന്നുണ്ടോ അത്രയും എനിക്ക് മറ്റുള്ളവരെ കോപ്പറേഷൻ എടുക്കാനും മറ്റുള്ളവരൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം മണി മേക്കിംഗ് എന്ന് പറയാം. രണ്ടാമത്തെ പ്രൊട്ടക്റ്റിംഗ് മണി എന്നർത്ഥം. ഒരാൾ എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ പൈസേനെ ഏത് രീതിയിൽ സൂക്ഷിച്ചു വെക്കാനും ഉപയോഗിക്കാനും അത് നഷ്ടമായി പോവാതിരിക്കാനും അതിന് അവരെത്രമാത്രം അവരുടെ ബുദ്ധി ഉപയോഗിക്കുന്നു അതിൻ്റെ പേരാണ് എന്ന് പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫേമിൽ അഥവാ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടേതായിട്ടുള്ള ആക്ടിവിറ്റീസിൽ എവിടെയൊക്കെയാണോ മണി ലീക്കേജ് ഉണ്ടാകുന്നത് അതിനെ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. രണ്ടാമത് ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ആ പാർട്ട്ണർഷിപ്പിൽ മറ്റുള്ളവർക്ക് നഷ്ടം ഉണ്ടാവാത്ത രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ സൈഡിലേക്ക് അതിനെ എങ്ങനെ ഹിതകാരിയാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഒരു ബിസിനസ് ഡീലിലാണെങ്കിൽ എങ്ങനെ മാക്സിമം ക്യാഷ് അതിൽ നിന്ന് എനിക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ഡീൽ എനിക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും, ഏറ്റവും നല്ല രീതിയിൽ ഡോക്യുമെൻറ്റേഷൻസ് എങ്ങനെ ചെയ്യാൻ സാധിക്കും, ഈവൻ നമ്മൾ ടാക്സ് കൊടുക്കുന്ന സമയത്ത് കൂടി ലീഗലി അത് എത്ര കുറച്ച് എനിക്ക് സേവ് ചെയ്തുകൊണ്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ എല്ലാ കാര്യത്തിനെ കുറിച്ചുള്ളതായിരിക്കുന്ന നിങ്ങളുടെ നോളജ് അഥവാ അതിൽ നിങ്ങൾ എത്രമാത്രം എഫിഷ്യൻ്റ് ആണോ അതിനെയാണ് പ്രൊട്ടക്റ്റിംഗ് മണി എന്ന് പറയുന്നത്. ചില ആളുകൾ ധാരാളം പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ പ്രോപ്പറായിരിക്കുന്ന രീതിയിൽ അതിനെ സേവ് ചെയ്യാത്തത് കൊണ്ട് അഥവാ അതിന് വേണ്ടതായിരിക്കുന്ന ഡോക്യുമെൻറ്റേഷൻ ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും
പലപ്പോഴും ഒരൊറ്റ റെയ്ഡിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ലോ വരുമ്പോൾ അവർ പൂർണ്ണമായിട്ട് കാലിയായി പോകുന്ന അവസ്ഥയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മണി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഈ കഴിവിൻ്റെ പേരാണ് PM എന്ന് പറയുന്നത്. മറ്റൊന്ന് BM. കുറച്ചൊക്കെ പൈസ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തു, പൈസ ഇൻവെസ്റ്റ് ചെയ്തു, പൈസ വന്നു, പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇനി ഇത് യാതൊരു തടസ്സവുമില്ലാതെ ഒഴുകി വരുന്ന പൈസയല്ലേ, എനിക്ക് എങ്ങനെ വേണമെങ്കിൽ ചിലവഴിക്കാമെന്ന് വിചാരിക്കും. അവരാണ് ആർഭാടം കാണിക്കാൻ വേണ്ടി വലിയ കാറ് വാങ്ങിക്കും, പിന്നെ തൻ്റെ സ്റ്റാൻഡേർഡ് കാണിക്കാൻ വേണ്ടി വലിയ ബംഗ്ലോ ആക്കും. മക്കളുടെ കല്യാണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ എല്ലാവരും മുന്നിൽ ഞാൻ പൈസക്കാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടിക്കൊണ്ട് ഷോ ചെയ്യാൻ വേണ്ടി അൺലിമിറ്റഡ് ആയിട്ടുള്ള മണി ചിലവഴിക്കാനായിട്ട് തുടങ്ങും. ഈ രീതിയിൽ ധനത്തിന് ഉപയോഗിക്കാൻ തുടങ്ങുന്നതോടുകൂടി തന്നെ അവർക്ക് പലപ്പോഴും വരുമാനത്തേക്കാൾ അധികം അത് ചിലവായിട്ട് മാറും. ഇങ്ങനൊരു സന്ദർഭം വരുമ്പോൾ എൻ്റെ വരുമാനത്തേക്കാൾ അധികം ചിലവ് വരുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ പോലും അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചതായിരിക്കുന്ന ഇമേജ് നഷ്ടമാവാതിരിക്കാൻ വേണ്ടി അതൊരു കൺട്രോൾ ചെയ്യാതെ മുന്നോട്ട് പോവുകയും ആ പൈസ അവരെ ലോസിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. പലപ്പോഴും ഇത്തരത്തിൽ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ആകുമ്പോഴേക്കും തന്നെ വലിയതായിട്ടുള്ള ശുഭാപ്തി വിശ്വാസം വെച്ചുകൊണ്ട് ഞാൻ ചെയ്തോളും എന്ന് വിചാരിച്ചുകൊണ്ട് വലിയ വലിയ പ്രൊജക്ട്സ് ഏറ്റെടുക്കുകയും അതിൻ്റെ സമയമനുസരിച്ചുള്ളതും അതിൻ്റെ ഫ്യൂച്ചറും പഠിക്കാതെ അങ്ങനെയുള്ളതായിട്ടുള്ള ബിസിനസ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും മാർക്കറ്റ് ചേഞ്ച് ആയേക്കാം, അല്ലെങ്കിൽ ലോസ് ചേഞ്ച് വരാം. അത് വലിയ ലോസ് ഉണ്ടാക്കുകയും അവരുടെ ലൈഫിൽ അതോടുകൂടിയിട്ട് എല്ലാം അവസാനിക്കുന്ന അവസ്ഥയും കാണാം. ഇത്തരത്തിൽ നമ്മുടെ മണീനെ ബഡ്ജറ്റിന് എങ്ങനെ ഉപയോഗിക്കണം, അതെങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, എത്ര ഞാൻ ഉപയോഗിക്കാം, എത്ര ഞാൻ ചെലവഴിക്കാം, ഇതിനെക്കുറിച്ചായിട്ടുള്ള നോളജ് എനിക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ വീട്ടിൽ മക്കളുടെ പഠിപ്പിന് വേണ്ടതായിട്ടുള്ള ചിലവ് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മാരേജ് കാര്യങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ചെയ്യേണ്ടതുണ്ടായിരിക്കാം. നമുക്ക് അത്യാവശ്യം ലക്ഷറി ആവശ്യത്തിന് ജീവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് ബേസിക് നീഡ്സ് ഒക്കെ നമുക്ക് വേണ്ടതായിട്ട് ചിലവഴിക്കണം. പക്ഷെ അതേസമയം തന്നെ ഒന്നുകിലും മെറ്റൽസിൽ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഉള്ളിൽ, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ രീതികൾ സ്വന്തമാക്കിക്കൊണ്ട് അവനവൻ്റെ മണീനെ പ്രൊട്ടക്റ്റ് ചെയ്ത മണീനെ ബഡ്ജറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായില്ലെങ്കിൽ, ആ രീതിയിൽ നോക്കിയിട്ടില്ലെങ്കിൽ അവിടെയും നിങ്ങൾ സാധാരണ ആദ്യത്തെ മണി ഉണ്ടാക്കാനായിട്ട് കഷ്ടപ്പെട്ടു, രണ്ടാമത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള സ്റ്റെപ്പും നിങ്ങൾ ചെയ്തു, പക്ഷേ അതിനെ ബഡ്ജറ്റ് ഇട്ടുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ പൈസയും നമ്മളെ വിട്ട് പോവുക തന്നെ ചെയ്യും. നാലാമത്തെ LM എന്ന് പറയും, ലിവറേജ് മണി എന്ന് പറയും. എന്നുവെച്ചാലർത്ഥം ഏത് പൈസയാണോ സദാകാലത്തേക്ക് നമുക്ക് വരുമാനം തന്നുകൊണ്ടിരിക്കുന്ന ഡെപ്പോസിറ്റ്സ്, അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളിൽ, വലിയ കമ്പനികളിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ബിസിനസ് ആയിരിക്കാം പക്ഷെ നിരന്തരമായിക്കൊണ്ട് അത് വരുമാനം തന്നുകൊണ്ടേയിരിക്കുന്ന രീതിയിലതായിരിക്കുന്ന എന്തെങ്കിലും ബിസിനസ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു പക്ഷേ നിങ്ങൾ ഉറങ്ങുകയായിരിക്കാം, ഉണ്ണുകയായിരിക്കാം, അല്ലെങ്കിൽ ടൂർ പോയിരിക്കായിരിക്കാം, മറ്റേതെങ്കിലും കാര്യങ്ങൾ ബിസി ആയിരിക്കാം. പക്ഷേ അത്തരം ഡെപ്പോസിറ്റ് 24 hours നമുക്ക് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന രീതിയിൽ, മീൻസ് ആ മണി നിങ്ങൾക്ക് വേണ്ടി മണി ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന ഡെപ്പോസിറ്റ്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ എത്ര ഡെപ്പോസിറ്റ് ചെയ്തു അതിൻ്റെ ആധാരത്തിൽ, ഉദാഹരണം പറയാം, നമുക്ക് റോബർട്ട് കിയോസ്കിയെ പോലെ, പീറ്റർ ദയാലിനെ പോലെ, വാറൻ ബഫറ്റിനെ പോലെ. വാറൻ ബഫറ്റ് നോക്കിയാൽ ഇന്നും അതെ, അദ്ദേഹത്തിൻ്റെ 50 വർഷം മുൻ വിവാഹം കഴിയുന്ന സമയത്ത് ഏത് ബംഗ്ല സ്വന്താക്കിയിട്ടുണ്ടോ ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അതേസമയം റോബർട്ട് കിയോസ്കി പറയാണ്, ഞാൻ വേണമെങ്കിൽ വാടക വീട്ടിൽ താമസിക്കാൻ തയ്യാറാവും, എന്നിരുന്നാൽ പോലും എൻ്റെ പൈസ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നതായിരിക്കുന്ന ഫീൽഡ് എന്തോ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം. കാരണം എൻ്റെ ഹാപ്പിനെസ് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ വലിപ്പത്തിലോ അത് വാടക വീട്ടിലാണോ അല്ലാത്തിലാണോ എന്നുള്ളതിലല്ല, ഞാൻ കണക്കാക്കുന്നത് എൻ്റെ ധനം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സ്ഥിരമായിട്ട് എനിക്ക് ഇൻകം ആക്കുന്ന രീതിയിലും ഞാൻ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ പീറ്റർ ദയാൽ നോക്കിക്കഴിഞ്ഞാൽ പേപ്പാലിൽ, ഫേസ്ബുക്കിൽ, അവിടെയൊക്കെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട്, വലിയ വലിയ കമ്പനികൾ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് അത്രയ്ക്ക് സാധിക്കില്ലെങ്കിലും ഏതെങ്കിലും ഒരു രീതി സ്ഥിരമായിട്ട് നമുക്ക് ഇൻകം തരുന്ന രീതിയിൽ ഒരു പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പേരാണ് ലിവർ മണി എന്ന് പറയുന്നത്. 4 ഫാക്ടറിലൂടെ നമ്മുടെ മണി കടന്നു പോകും. ഒന്ന് നമുക്ക് മണി മേക്കിംഗ്, അതിലാദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മണി മേക്കിങ്ങിൽ തന്നെയാണ്. അഥവാ നമ്മൾ മണി മേക്കിംഗ് അഥവാ MM-ൽ എഫിഷ്യൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ബാക്കി 3 ഫാക്ടറിലും കടന്നു പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനേ ഇല്ല. ഇനി ഒന്നാമത്തെ ഫാക്ടറിൽ മണി മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട്, മറ്റൊരാളെ ഹർട്ട് ചെയ്യാതെ, മറ്റൊരാളെ തകർക്കാതെ, നമ്മളുടെ എഫിഷ്യൻസീനെ നമുക്ക് തന്നതായിരിക്കുന്ന വാല്യൂവിനെ ഉപയോഗിച്ചുകൊണ്ട്, നമുക്ക് കിട്ടുന്ന മാക്സിമം സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട്, നമ്മളെ തന്നെ ഏറ്റവും നന്നായി ഉപയോഗിച്ചുകൊണ്ട് പ്ലാൻ ചെയ്ത് ടൈം, തോട്ട്സ്, ഒപ്പം നിങ്ങളുടെ മണി, ഇതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മണി മേക്കിംഗ് എന്ന കാര്യം എല്ലാവർക്കും എന്തെങ്കിലും ഒരു കാലിബർ ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും. അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്
നിങ്ങൾക്ക് ആ ഫീൽഡിൽ എത്ര വേണോ അത്രയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ, പ്രൊട്ടക്റ്റിംഗ് മണിക്ക് വേണ്ടി നല്ലൊരു ലോയർ അഥവാ നല്ലൊരു CA, നല്ല ഡോക്യുമെൻറ്റേഷന് വേണ്ടതായിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ളവരുടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് നമുക്ക് മണീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ മണി ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ അതിൽ വരുമ്പോൾ മാത്രം നമ്മൾ വളരെയധികം കെയർഫുൾ ആവണം. പ്രത്യേകിച്ചും കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ വരുമ്പോഴത്തേക്കും ആ പൈസ എൻ്റെ സ്റ്റാൻഡേർഡ് കാണിക്കാൻ വേണ്ടി, എൻ്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ വലുതായി എന്ന വിചാരം മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാകുന്ന മനുഷ്യന്മാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈഗോ ആണ് കുറച്ച് നേടി വരുമ്പോഴത്തേക്കും അവർ നേരെ താഴേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ബഡ്ജറ്റ് ചെയ്തുകൊണ്ട് എന്ത് ഞാൻ ചെലവഴിക്കാനുള്ളതെന്നും എന്ത് ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതെന്നും കണ്ടുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് എത്ര കുറച്ച് വരികയാണെങ്കിലും, ഈവൻ ഒരു 100 രൂപ നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ അത് 5 രൂപ നമ്മൾ സേവിലേക്ക് വെച്ചുകൊണ്ട് വേണം ബാക്കിയുള്ള കാര്യം ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ കൊച്ചു കൊച്ചു ഇൻകങ്ങൾ പോലും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് വലിയൊരു ഡെപ്പോസിറ്റ് ഉണ്ടാക്കാം. എത്ര നിങ്ങൾ ഡെപ്പോസിറ്റിൻ്റെ കളവ് നിങ്ങളുടെ കയ്യിൽ കൂടുന്നുണ്ടോ അത്രയ്ക്കും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുകയും ചെയ്യും. അപ്പോഴാണ് നമുക്ക് ആ പൈസേനെ ലിവർ മണി ആക്കിക്കൊണ്ട് മാറ്റാനായിട്ട് സാധിക്കുക. ആ ലിവർ മണിയിലേക്ക് വരെ നിങ്ങൾക്ക് എത്താനായിട്ട് സാധിച്ചാൽ, വലിയ വലിയ ആൾക്കാരാവുന്ന സമയത്ത് അംബാനിയെ പോലെവരാണെങ്കിൽ അവർക്ക് ഈ BM-ലേക്ക് പോവാതെ തന്നെ നേരെ LM-ലേക്ക് ഇടാൻ പറ്റുമായിരിക്കും. പക്ഷേ പ്രോപ്പർ വേ എന്ന് പറയുന്നത് MM to PM to BM to LM വരെ പോകുന്നതാണ്. പക്ഷേ ഈ ലെവലിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ, ചെറിയ ചെറിയ ലെവലിൽ ഈവൻ നമുക്കൊരു 100 രൂപ 200 രൂപ ആ ലെവലിൽ നിങ്ങൾ സേവ് ചെയ്താൽ പോലും ആ പൈസ പതുക്കെ 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 സദാകാലത്തേക്ക് ഗ്രോത്തിലേക്കും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് നേടിത്തരും. ഒരു മനുഷ്യൻ ഫിനാൻഷ്യലി ഫ്രീ ആകുമ്പോൾ തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി കൂടും. കാരണം അവരുടെ മനസ്സ് ഫ്രീ ആവും, കാര്യങ്ങൾ ചെയ്യാനുള്ളതായിട്ടുള്ള ആ ഒരു ഫ്രീഡം ഫീൽ ചെയ്യും. എനിക്ക് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതെ എനിക്ക് എൻ്റെ കാര്യം ചെയ്യാനുള്ള ശക്തിയുണ്ട് എന്നൊരു ഫീൽ വരുമ്പോൾ തന്നെ അവർക്ക് കുറച്ചും കൂടെ ഈസി ആയിക്കൊണ്ട് മുന്നേറാം. അതുകൊണ്ടാണ് പറയുന്നത്, നിധിയുടെ മുകളിലിരിക്കുന്ന എലിക്ക് ഉറിയിലേക്ക് ചാടാൻ സാധിക്കൂ. പക്ഷേ നിധി അത് ഭൂമിയുടെ അടിയിൽ നിന്ന് പൊന്തി വരുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട നിധിയാണ്. പ്ലാനിങ്ങിലൂടെ, പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ നിങ്ങൾ ധനത്തിനെ ഉണ്ടാക്കാനും സേവ് ചെയ്യാനും അത് നമ്മുടെ സമ്പാദ്യമാക്കി മാറ്റാനും ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിൻ്റെ പേരാണ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ്. അതുകൊണ്ട് എവിടെയാണോ നിങ്ങളുടെ ഇതിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ വീക്കാണെങ്കിൽ, ഈ പറഞ്ഞ 4 M-ൽ ഏതെങ്കിലും ഒന്നിൽ കുറവാണെങ്കിൽ അവിടെ നമ്മുടെ മണി ലൂസാവും. അതുകൊണ്ട് 4 കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നല്ല ഒരു സാമ്പത്തികമായിരിക്കുന്ന സ്ഥിതി, ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കുന്ന ഒരു സ്റ്റേജ് നിങ്ങൾക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.